നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സഞ്ജു, സഞ്ജു, സഞ്ജു വാ ഇങ്ങോട്ട്, ഇങ്ങോട്ട് വരാ. വാ സഞ്ജു. ഏയ് സഞ്ജു, പറഞ്ഞേക്ക്. സഞ്ജു ഇങ്ങോട്ട് വാ. സഞ്ജു വാ പ്ലീസ്. സഞ്ജു ഞാൻ പറയുന്നത് കേക്ക്. സഞ്ജു എനിക്കിത് ജീവിക്കണ്ട, എനിക്ക് വാ സഞ്ജു പ്ലീസ്. സഞ്ജു എനിക്ക് ജീവിക്കണ്ട പ്ലീസ്. സഞ്ജു ഞാൻ പറയുന്നൊന്ന് കേക്ക്. നമുക്ക് എല്ലാത്തിനും സമാധാനം ഉണ്ടാക്കാം. വരാൻ ഇങ്ങോട്ട് വാ സഞ്ജു. സഞ്ജു പറഞ്ഞേക്ക്. സഞ്ജു വരാൻ. പോണം. എന്നെ വാ. ഏയ് വാ. ഒരിക്കലും താൻ ജീവിച്ചിരിക്കുന്നെന്ന് വീട്ടിൽ അറിയരുതെന്ന് സഞ്ജു വാശി പിടിച്ചു. എനിക്ക് അതിന് വഴങ്ങേണ്ടി വന്നു. പിന്നീട് കമ്പനി റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ചില വഴികൾ ഞങ്ങൾ രണ്ടാളും പ്ലാൻ ചെയ്യായിരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അധികം താമസമില്ലാതെ കമ്പനി റീസ്റ്റാർട്ട് ചെയ്യാനാവും. അതിനുവേണ്ട സഹായങ്ങൾ ഞാൻ ചെയ്തു തരും. അതിനുവേണ്ട ഓട്ടത്തിലായിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് ചെയ്തെന്ന എല്ലാ സഹായത്തിനും നന്ദിയുണ്ട്. നന്ദിയോ? അതും സഞ്ജുന്റെ കാര്യത്തിന്? എന്തായാലും ഒരു വലിയ ആപത്തിന്ന് അദ്ദേഹത്തെ രക്ഷിച്ചില്ലേ? വേണ്ട സഹായം ചെയ്യാനുള്ള സന്മനസ് കാണിച്ചില്ലേ? എത്ര സുഹൃത്തുക്കൾക്ക് ഇങ്ങനെയുള്ള മനസ്സുണ്ടാവും? യഥാർത്ഥ സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞാൽ അതിങ്ങനെയാ. എന്തായാലും ഭാഗ്യത്തിന് കമ്പനി റീസ്റ്റാർട്ട് ചെയ്യാനായി. കമ്പനി റീസ്റ്റാർട്ട് ചെയ്തെന്നോ? അതെ, ദേവി കൃപ കൊണ്ട് അത് നടന്നു. വേഗം അവിടെ തിരിച്ചെത്തി കമ്പനി ചുമതല ഏറ്റെടുത്താൽ മാത്രം മതി. എല്ലാം ഭംഗിയായിട്ട് നടക്കും. പക്ഷെ ഇത്രയും പെട്ടെന്ന് അതെങ്ങനെ? ഞാൻ പറഞ്ഞല്ലേ, നല്ല മനസ്സുള്ളവരെ ദേവി കൈവിടില്ല. അതെ, ചേച്ചി അവിടെ വിഷമിച്ചിരിക്കാം. എത്രയും വേഗം നമുക്ക് വീട്ടിലെത്തണം. ശരിയാ. ഇനിയെങ്കിലും സഞ്ജു ജീവിച്ചിരിപ്പുണ്ടെന്ന് അവരൊക്കെ അറിയട്ടെ. ഞാൻ സഞ്ജുവിനെ പലതവണ ഉപദേശിച്ചതാ, കേട്ടില്ല. സഞ്ജുവിനെ കാണാതെ പ്രിയപ്പെട്ടവരുടെ വേദന. ഇനി അത് അവസാനിപ്പിക്കണം. ഞാൻ വീട്ടിലേക്ക് പോ. സഞ്ജു, നീ ധൈര്യമായിട്ട് മുന്നോട്ട് വയ്ക്കും. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മറക്കണ്ട. എന്തിനും ഏതിനും ഒപ്പം ഞാനുണ്ടാവും. താങ്ക്സ്. എല്ലാത്തിനും നന്ദി സച്ചി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.